നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്ക് കളിക്കാവുന്ന കളിയൊക്കെ നീ കളിച്ചോ, എനിക്കറിയാവുന്ന കളികളൊക്കെ ഞാനും കളിച്ചോളാം. പിന്നെ എന്നെ തട്ടേ കയറ്റിയിരുത്താവും നോക്കരുതേ. തൊട്ടേ ഞാൻ ഇരിക്കത്തില്ല. ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു. ഞാനെടുത്ത തീരുമാനങ്ങളൊക്കെ പാഴായിരുന്നു. അനുഭവങ്ങൾ എന്ന് പറയുന്ന വാക്കിനെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. അതൊരു പഠനം തന്നെയാ. തെറ്റുകൾ മനസ്സിലാക്കി തരുന്ന ചെറിയൊരു വിദ്യാലയമാ. ഇപ്പൊ നീ നിൽക്കുന്നത് ആ പഠനശാലയുടെ തിരുമുറ്റത്തും. തെറ്റെതിരത്തി മുന്നോട്ട് പോകാനുള്ള സമയം ഇനി ഉണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കൂ. ചിലപ്പോ രക്ഷപ്പെട്ടാലോ. ഹലോ പിള്ളേ. ശരി സാർ. നീ എന്നെ തല്ലിയല്ലേ, ഇതിന് ഞാൻ നിനക്ക് മറുപടി തരും. ഡാ, നീ കരുതിയിരുന്നോ? രോഹിത് എന്താ ഈ സമയത്ത്? എനിക്ക് ഇറങ്ങി പോരേണ്ടി വന്നു. അവിടെ എനിക്കൊരു സ്ഥാനമില്ല. എല്ലാവരും കൂടെ എന്നെ അടിച്ചിറക്കി. വന്നത് പോലീസ് സ്റ്റേഷനായ ഈശ്വര, വനിതാസായിരുന്നു അപ്പൊ എന്റെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഞാനിനി എന്ത് ചെയ്യണം സുസ്മിതേ? ആ ശ്യാമ, അവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം. പിന്നെ ആ സത്യഭാമ, അവരോടും എനിക്ക് പ്രതികാരം ചെയ്യണം. അതെ, പ്രതികാരം ചെയ്യണമെന്ന് കീ കൊടുത്ത പാവെ പോലെ സദാസമയം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
പ്രയത്നിക്കണം. അതിനുവേണ്ടി മേലനങ്ങി പണിയെടുക്കണം. നോക്ക്, പറ്റുമെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കാം. അതാണ്ട് അടക്കണം. പറ്റും. കാരണം അവൾ അടിച്ച അടിയില് എനിക്ക് അവിടെ നഷ്ടപ്പെട്ടത് എന്റെ സ്ഥാനമാ. എന്റെ സ്ഥാനം ആണെന്ന എന്റെ സ്ഥാനം. രോഹിത്തെ, നീ അകത്തേക്ക് കയറ്. പരിഹാരമാർഗം നമുക്ക് ആലോചിക്കാം. ആ, ഇത് പിന്നെ സത്രമാണല്ല, വരുന്നവനും പോകുന്നവനൊക്കെ കയറി താമസിക്കാൻ. ആർക്കായിരുന്നാലും ഇവിടെ ഒരു കട്ടിലും കൂടെ കാണുമല്ല. ദൈവമേ, ഇനി എവനും ഞാൻ ചാപ്പാടുണ്ടായി കൊടുക്കണമെന്ന് ഓർക്കുമ്പോഴാണ്. നീ വന്നേ, വാ. ഇതെങ്ങോട്ട് പോകുന്നു? എന്റെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് നടക്കണം. നടന്നില്ലെങ്കിൽ ഒറ്റ ഒരുത്തന്റെ കാര്യങ്ങളും നേരാവണ്ണ ഞാൻ നടത്തുകയില്ല. ഞാൻ ഈ സ്ഥാപനം വാങ്ങിയത് 4 പുത്തനുണ്ടാക്കാൻ വേണ്ടി തന്നെയാ. വില പറഞ്ഞ് നിന്നെയൊക്കെ കൃത്യമായി ചേർത്ത് വാങ്ങിയത് പണിയെടുപ്പിച്ച് മുതലാക്കാൻ വേണ്ടി തന്നെയാ. അത് ഞാൻ ചെയ്യും. ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല അന്തസ്സായി സലാം പറഞ്ഞു പോവാ. അസീസേ, നീ ആ ലോഡ് കൊണ്ടുപോവുകയല്ല, ഉപേന്ദ്രനാ പറയണേ. നിനക്ക് കളിക്കാവുന്ന കളിയൊക്കെ നീ കളിച്ചോ. എനിക്കറിയാവുന്ന കളികളൊക്കെ ഞാനും കളിച്ചോളാം. പിന്നെ എന്നെ തട്ടേ കയറ്റിയിരുത്താമെന്ന് നോക്കരുതേ. തൊട്ടേ ഞാൻ ഇരിക്കത്തില്ല. ഇത് തന്നെയാ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ആ, വയ്ക്കോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.